പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരങ്ങളെ, ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അച്ഛൻ പ്രാർത്ഥനാപൂർവം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുകയാണ്. പരിശുദ്ധമായ ഈ പ്രഭാതത്തിൽ അതിരാവിലെ നാം ഈ അൾത്താരയിലെത്തിയിരിക്കുന്നത് ഇന്ന് വിവാഹ ഉടമ്പടിയിൽ പങ്കുചേരാൻ പോകുന്ന പ്രിയപ്പെട്ട അജീഷ് പി വർഗീസിനും ജിൻസി റോസിനു വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. ഈ മക്കൾ ഇന്ന് വിവാഹ ഉടമ്പടിയിലൂടെ ഒന്നായി തീരുവാനായിട്ട് പോകുകയാണ്. ഇവരുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് തീരട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ ആശംസിച്ച് പ്രാർത്ഥിക്കുന്നു. നെയ്യാറ്റിൻകര രൂപതയിൽ വട്ടവിള സെന്റ് ജേക്കബ് ഇടവകയിൽ ശ്രീമാൻ വർഗീസിൻ്റെയും പുഷ്പത്തിൻ്റെയും മകനാണ് അജീഷ് പി വർഗീസ്. തന്മയത്വമുള്ള അഗാധമായ ദൈവഭക്തിയും ദൈവസ്നേഹവും പരസ്നേഹവും ഒത്തിണങ്ങിയ മഹത്തായ വ്യക്തിത്വത്തിനുടമയാണ് അജീഷ്. അദ്ദേഹം ഇടവകയിലെ ദേവാലയ സംഗീത ആലപിക്കുന്ന ഗായക സംഘത്തിലെ അംഗമാണ്. യുവജന പ്രസ്ഥാനത്തിലെ അംഗമാണ്. ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരോടൊപ്പം, ദേവാലയത്തെ പ്രത്യേകിച്ച് പുരോഹിതരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന പ്രാർത്ഥനാരൂപിയുള്ള ഒരു മകനാണ്. എൻ്റെ കൂടെ ധ്യാനത്തിന്, അതുപോലെ തമിഴ്നാട്ടിലെ വള്ളിയൂർ കള്ളിക്കുളം മാതാവിൻ്റെ ദേവാലയത്തിലൊക്കെ ധ്യാനത്തിനും കുർബാനയ്ക്കൊക്കെ പാടാൻ വരുന്നത് അജീഷാണ്. ദൈവം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ഉച്ചക്കട അമ്മദ്രസ്യ ദേവാലയത്തിൽ ശ്രീമാൻ കുട്ടപ്പൻ്റെയും ശ്രീമതി റോസമ്മയുടെയും മകൾ ജിൻസി റോസിനെയാണ്. ഫാദർ ലോറൻസിൻ്റെ സഹോദരിയാണ് ജിൻസി. ദേവാലയത്തോടും ബലിപീഠത്തോടും പുരോഹിതരോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ പ്രിയ മകന് ഒരു വൈദിക കുടുംബത്തിൽ നിന്ന് തന്നെ ദൈവം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. ഈ മക്കളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുർബാന നമ്മളെയും ഇന്ന് വിവാഹിതരാൻ പോകുന്ന ഈ പ്രതിഷ്ഠിത വധുവരന്മാർക്ക് വേണ്ടി അർപ്പിക്കുമ്പോൾ അനേക മക്കൾ വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി കുറവുകളൊക്കെ പരിഹരിച്ച് വിവാഹ തടസ്സം നേരിടുന്ന മക്കൾക്ക് വിവാഹം നടക്കുവാൻ വേണ്ടി നമുക്ക് ഇവരെ പ്രാർത്ഥിക്കാം. സഹോദരെ, ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ചേറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് ശ്രവിക്കുകയും
അംഗീദാസരായ അജീഷ് പി വർഗീസിൻ്റെയും ജിൻസി റോസിൻ്റെ മേൽ അങ്ങേ കൃപയുടെ കാരുണ്യം ദയാപൂർവം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ അൾത്താരുടെ മുമ്പാകെ ഇന്നേ ദിവസം ഒന്നാക്കപ്പെടുന്ന ഈ മക്കൾ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുവാനും ദാമ്പത്തിക ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ദൈവാനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ഇവരുടെ ദാമ്പത്തിക ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. എഫ്രാമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. എന്നാൽ താങ്കളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുവാനായി ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു. എൻ്റെ അനുകമ്പ ഉഷ്ണതവും ആർദ്രവുമായിരുന്നു. ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പിലാക്കുകയില്ല, എഫ്രാമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കുവാൻ വരികയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ദൈവമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഇസ്രായേലിന്റെ ഉടയവനെ, കെരൂബുകളിൽ വസിക്കുന്നവനെ, പ്രകാശിക്കണമേ. ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കുവാൻ വരയണമേ. ദൈവമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നോക്കണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. ദൈവമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സുവിശേഷം യഥായോഗ്യം പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെയും മധുരങ്ങളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, പോകുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ വടിയോ ഉടുപ്പോ ചെരുപ്പോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപത്തിൻ്റെ കറ കഴുകിക്കളയുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, അധികാരം നൽകിക്കൊണ്ട് യേശു ശിഷ്യന്മാരെ അയച്ച ഭാഗമാണ് നാം വായിച്ചു കേട്ടത്.
ഇന്ന് വിവാഹ ഉടമ്പടിയിൽ ഒന്നായി തീരാൻ പോകുന്ന പ്രിയ സഹോദരങ്ങൾ അജീഷിനെയും ജിൻസിയെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ദാമ്പത്തിക ജീവിതം അവരുടെ മരണം വരെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ കർത്താവിൻ്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഈ മക്കൾ വർഷിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഇതുപോലെ വിവാഹിതരാകുന്ന അനേകം മക്കളുണ്ട്. അവരെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. ദാമ്പത്തിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയൊക്കെ നമുക്ക് കർത്താവിൻ്റെ ഈ അൾത്താരയിൽ സമർപ്പിക്കാം. കർത്താവേ, അങ്ങേ ജനത്തോട് അങ്ങ് എപ്പോഴും കരുണയായിരിക്കണമേ. അങ്ങേ മക്കൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും അങ്ങ് പ്രത്യേകമായ അനുകമ്പ കാണിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ദൈവമേ, അങ്ങേ ഔദാര്യത്തിലാണല്ലോ ഞങ്ങൾക്ക് ജീവന്റെ ഭോജനമായി തീരുവാനുള്ള ഭൂമിയുടെയും മനുഷ്യ പ്രയത്നത്തിൻ്റെയും ഫലമായി അപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവസൃഷ്ടികളുടെയും നാഥനായ അങ്ങ് എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ഈ വെള്ളവും വീഞ്ഞും സൂചിപ്പിക്കുന്ന ദിവ്യരഹസ്യങ്ങൾ വഴി ഞങ്ങളുടെ മനുഷ്യ പ്രകൃതിയിൽ പങ്കാളിയാവാൻ തിരുള്ളമായ ദൈവമേ, ഞങ്ങളെ അങ്ങയുടെ ദൈവിക പ്രകൃതിയിൽ പങ്കുകാരാക്കണമേ. ഇന്ന് ഈ കാഴ്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രതിഷ്ഠിത വധുവരന്മാരായ അജീഷും ജിൻസിയും ഈ വെള്ളവും വീഞ്ഞും ഒന്നായി തീർന്നത് പോലെ ജീവിതത്തിൽ ഒന്നായി തീർന്ന് അങ്ങേക്ക് പ്രീതികരമായി തീരട്ടെ. ദൈവമേ, അങ്ങേ ഔദാര്യത്തിലാണല്ലോ ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാനുള്ള മുന്തിരിവള്ളിയുടെയും മനുഷ്യ പ്രയത്നത്തിൻ്റെയും ഫലമായി വീഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവസൃഷ്ടികളുടെയും നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. കർത്താവേ, എളിമയുടെ അരൂപിയും അനുതപിക്കുന്ന ഹൃദയവുമുള്ള ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് അങ്ങേ തിരുമുമ്പിൽ ഞങ്ങളുടെ ബലി അങ്ങേക്ക് പ്രീതികരമായി തീരട്ടെ. കർത്താവേ, എൻ്റെ പാപമാലിന്യങ്ങളിൽ നിന്ന് എന്നെ കഴുകണമേ. അവിടെ എന്നെ വിശുദ്ധീകരിക്കണമേ. സഹോദരെ, ഞാനും നിങ്ങളും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും സാർവത്രിക സഭയുടെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും വിവാഹ കൂദാശ ഉടമ്പടി അങ്ങ് സംയോജിപ്പിക്കുവാൻ പോകുന്ന അജീഷ് പി വർഗീസിനെയും ജിൻസി റോസിനെയും പിതൃവാത്സല്യത്താൽ അങ്ങ് കാത്തുപാലിക്കുകയും ചെയ്യണമേ. ഇവരിന്ന് അങ്ങേ അൾത്താരുടെ മുമ്പാകെ ചെയ്യുന്ന ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങേ വിശ്വസ്തദാസർക്കുള്ള സമ്മാനം പ്രാപിക്കുവാൻ ഇവരെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ,
സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ അങ്ങേ ജനവുമായി അങ്ങൊരു പുതിയ ഉടമ്പടി ചെയ്തു. അങ്ങനെ അങ്ങേ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെ രഹസ്യം വഴി അങ്ങ് അവരെ വീണ്ടെടുക്കുകയും ദൈവ പ്രകൃതിയിൽ പങ്കുകാരാക്കുകയും അങ്ങേ സ്വർഗീയ മഹത്വത്തിന്റെ കൂട്ടാവകാശികളാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിലൂടെ അങ്ങേ കൃപാവര സമൃദ്ധി അങ്ങ് സൂചിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ കൂദാശ അങ്ങേ സ്നേഹത്തിന്റെ അവർണ്ണനീയമായ പദ്ധതിയിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടും ചേർന്ന് അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിയുടെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന, കർത്താവിൻ്റെ നാമത്തിൽ വന്ന അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓസാന. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വിവാഹ ഉടമ്പടിയിൽ പങ്കുചേരുന്ന ഈ പ്രിയ മക്കളെയും ലോകം മുഴുവനും ഇന്ന് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന എല്ലാ യുവതിയുവാക്കളെയും ദാമ്പത്യ ജീവിതം നയിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ അൾത്താരയിൽ വിശുദ്ധ കുർബാന സമർപ്പിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു.
ക്രിസ്തുവിന്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങീ സഭയെ ഓർക്കണമേ. അങ്ങയുടെ ദാസനും ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അഭിമന്യ വിൻസെന്റ് സാമുവൽ തിരുമേനിയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരർ, ബന്ധുമിത്രാദികൾ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, ആരാലും പ്രാർത്ഥിച്ച് സഹായിക്കുവാനില്ലാത്ത ആത്മാക്കളെ, അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ ആനയിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ ഇന്ന് വിവാഹ ഉടമ്പടിയിൽ പങ്കുചേരുവാൻ പോകുന്ന അങ്ങേ പ്രിയ മക്കളായ അജീഷിനെയും ജിൻസിയെയും ഓർക്കണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭാഗ്യപ്പെട്ട ഭർത്താവായ വിശുദ്ധ യോസേപ്പ് പിതാവിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടും ഈ കുർബാന ഞങ്ങൾ പ്രത്യേകം മാധ്യസ്ഥം വഹിക്കുന്ന അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ് ലീഹയോടും എല്ലാ വിശുദ്ധരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രീതിപ്പെടുത്തിയ സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവൻ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടു കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമീൻ. പ്രിയ സഹോദരങ്ങളെ, വിവാഹ ഉടമ്പടിയിൽ പങ്കുചേരുന്ന ദമ്പതികള്, പ്രതിഷ്ഠിത വധുവരന്മാരെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അജീഷിനെയും അവൻ്റെ പ്രിയ മാതാപിതാക്കളെയും സഹോദരിയെയും അതുപോലെ ജിൻസിയെയും അവളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കാം. മക്കളായിട്ട് അജീഷിൻ്റെ ഭവനത്തിൽ അജീഷും അജീഷിൻ്റെ ചേച്ചിയുമാണുള്ളത്. ജിൻസിയുടെ വീട്ടിൽ 2 സഹോദരന്മാരാണുള്ളത്. ഇവരുടെയൊക്കെ സ്നേഹവും ലാളിത്യവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ എന്ന് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിൽ ആഴപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരയണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊന്നമേ.
കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ സമാധാനം പരസ്പരം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ സമ്മിശ്രണം അവ സ്വീകരിക്കുന്ന നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേ ശരീരരക്തങ്ങളുടെ സ്വീകരണം എനിക്ക് വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ എൻ്റെ മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നു. കുഞ്ഞാടിൻ്റെ വിരുന്നിന് അവിടുത്തെ സ്വീകരിക്കുവാൻ ക്ഷണിക്കപ്പെട്ട നാം അനുഗ്രഹീത. കർത്താവെ, അങ്ങേൻ്റെ ഭവനത്തിൽ എഴുന്നള്ളുവാനുള്ള യോഗ്യത എനിക്കില്ല. അവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുശരീരം രക്തവും സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും അരൂപിക്കടുത്ത ഒരുക്കത്തോടെ അരൂപിയിൽ അങ്ങേ സ്വീകരിക്കുന്ന നിമിഷം അവരുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യം നൽകണമേ. ഏതെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ അരൂപിൽ സ്വീകരിക്കുന്ന ഈ മക്കളെയും അങ്ങേ തിരുശരീരത്തിൽ സ്വീകരിക്കുന്ന എന്നെയും കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങേ വിരുന്നിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം വിവാഹ ഉടമ്പടിയിൽ പങ്കുചേരുന്ന മക്കളെ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. ഈ കുർബാനയിൽ വിവിധ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ലോകം മുഴുവനുമുള്ള സകല ജനത്തെയും അങ്ങേ തിരക്തത്തിൻ്റെ വലിയ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. ഈ ബുധാശയുടെ ശക്തിയാൽ ലോകം മുഴുവനും സമാധാനവും സന്തോഷവും എല്ലാ മക്കൾക്കും ആയുസ്സും ആരോഗ്യവും അങ്ങ് പ്രദാനം ചെയ്യണമേ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സ്വർഗീയ വിരുന്നിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനം ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ ഉടമ്പടിയിൽ ഒന്നാക്കപ്പെടുന്നവരെയും ദാമ്പത്തിക ജീവൻ നയിക്കുന്നവരെയും എല്ലാ മാതാപിതാക്കളെയും രോഗാവസ്ഥയിൽ കഴിയുന്നവരെയും ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും എല്ലാ സമർപ്പിതരെയും ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, ലോകം മുഴുവനും ഈ കൂദാശയുടെ ശക്തിയാൽ അങ്ങേ സ്വർഗീയ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കുക. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.